ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവസന്നിധാനത്തിങ്കൽ നിങ്ങളുടെ മുമ്പിൽ കടന്നു വരുവാൻ, ഇങ്ങനൊരു വീഡിയോയുമായി കടന്നു വരുവാൻ ദൈവം എന്നെ ഇടയാക്കിയ ദൈവകൃപയെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇങ്ങനെ കടന്നു വരുവാൻ കാരണമായി തീർന്നത് കർത്താവിൻ്റെ സന്നിധിയിൽ ദൈവം എനിക്ക് ചെയ്തു തന്ന ദൈവിക വിടുതലുകളെക്കുറിച്ച് എന്നെ കേൾക്കുന്ന, എന്നെ അറിയാവുന്ന എല്ലാവരെയും അറിയിക്കുവാൻ ഒരാഗ്രഹം എൻ്റെ ഹൃദയത്തിൽ ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ദൈവസന്നിധിയിൽ കടന്നു വന്നത്. കാലങ്ങൾക്ക് മുമ്പേ കർത്താവിൻ്റെ വേലയിൽ നന്നായി വ്യാപൃതനായി കർത്താവിൻ്റെ വേല ചെയ്യുവാൻ തക്കവണ്ണം ദൈവം എന്നെ ഇടയാക്കിയിട്ടുണ്ട്. ഏകദേശം 10-20 പരം വർഷങ്ങൾക്ക് കൊണ്ട് ഈ കർത്താവിൻ്റെ വേലയിൽ നിന്ന് മാറി നിൽക്കുവാനും അതിലേക്ക് മടങ്ങി വരുവാൻ ഒരു കാരണവശാലും കഴിയാത്ത നിലകളിൽ എൻ്റെ ഹൃദയത്തിലെ ചിന്തകളും ചില ചോദ്യങ്ങളും ഒക്കെ എന്നെ നന്നായി അതിൽ നിന്ന് അകറ്റി നിർത്തിയ ഒരു സാഹചര്യമായിരുന്നു എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. അത് നന്നായിട്ട് എന്നെ ദൈവസന്നിധിയിൽ നിന്ന് ഒരു പിന്മാറ്റ അനുഭവങ്ങളിലേക്ക് കൊണ്ടുപോകുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഒരു മനുഷ്യൻ പിന്നിലോട്ട് പോയാൽ എവിടം വരെ പോകാം എന്നതിന് യാതൊരു ലക്ഷ്യവുമില്ലാത്ത നിലയിൽ ഒരു സാഹചര്യത്തിൽ ആയിത്തീരുവാനൊക്കെ ഇടയായി തീർന്നു. എന്നാൽ ചില കാലങ്ങളായിട്ട് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് മടങ്ങി വരുവാൻ പലപ്പോഴും ആഗ്രഹിച്ച സമയങ്ങളിലൊക്കെ ഞാനിതിന് യോഗ്യനല്ല എന്നുള്ള ചിന്ത എന്നെ നന്നായി ഭരിക്കുകയും ആ ആഗ്രഹം എന്നിൽ നിന്ന് എടുത്തു കളഞ്ഞ് ഞാൻ വീണ്ടും പഴയ രീതിയിൽ തന്നെ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് ശക്തമായി ഇടപെടുകയും ദൈവഭൃത്യന്മാരിലൂടെയും ദൈവത്തിൻ്റെ വചനത്തിലൂടെയും എന്നോട് ഇടപെടുകയും അതെൻ്റെ മാനുഷികമായ ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി എനിക്ക് ലഭിക്കുകയും ദൈവസന്നിധിയിൽ ഞാൻ എന്നെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുവാനും ഇടയായി തീർന്നു. ദൈവദാസനാകുന്ന ദാവീദ് തൻ്റെ ഭവനത്തിൽ തൻ്റെ മാതാപിതാക്കന്മാരിലും തൻ്റെ സഹോദരന്മാരിലും ഒരു തരത്തിൽ തള്ളപ്പെട്ടവനായി തന്നെ അവനെ കൊണ്ട് ആ ഇസ്രായേലിന്റെ പടക്കളത്തിൽ ഒരു പടയാളിയായി പോലും നിൽക്കുവാൻ കഴിവില്ലാത്ത ഒരു വ്യക്തിയായിട്ട്, അതിനുള്ള യോഗ്യതയില്ലാത്തവനായിട്ട് കരുതിയിട്ട് അവനെ അപ്പൻ്റെ ആടുകളെ മേയ്ക്കുവാൻ വേണ്ടി പറഞ്ഞയച്ച സാഹചര്യങ്ങളും അവിടെ നിന്ന് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട് ദൈവത്തിന്റെ അഭിഷേക തൈലവുമായിട്ട് ശമൂവേൽ പ്രവാചകൻ അവന്റെ ഭവനത്തിലെത്തിയപ്പോൾ പോലും അവിടെ ഉണ്ടായിരുന്ന ആ വലിയ ആ പരിപാടിയിൽ, ആ ഫംഗ്ഷനിൽ, അതിൽ പോലും അവനെ ക്ഷണിക്കുവാൻ അവരൊരുങ്ങാതെ അവൻ അപ്പോഴും ആ വനാന്തരത്തിൽ അപ്പന്റെ ആടുകളെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന സാഹചര്യത്തിൽ ദൈവം അവനെ തിരഞ്ഞെടുത്ത് അവൻ വരുന്നത് വരെ അഭിഷേക തൈലവുമായി എത്തിയ ശമൂവേൽ ഭക്ഷണപാനീയങ്ങൾ ചെയ്യത്തില്ല എന്ന് പറഞ്ഞ് വളരെ വേഗത്തിൽ അവനെ വരുത്തിച്ച്, ആ വരുത്തിയ സമയത്ത് ദൈവം ശമൂവേൽ പ്രവാചകനോട് പറഞ്ഞു, ഇവനാണ് ഇസ്രായേലിന് 2ാമത്തെ രാജാവായി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നവൻ എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ തിരഞ്ഞെടുക്കപ്പെട്ടവൻ, ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി അവനിൽ ഉണ്ടായിരുന്നവൻ, അവന്റെ ജീവിത സാഹചര്യങ്ങളിൽ അവൻ മട്ടുപ്പാവിൽ ഉലാവുന്ന സമയത്ത് അവൻ ഒരു സ്ത്രീയെ കണ്ടു മോഹിച്ച് അവളെ ലഭിക്കേണ്ടതിന് വേണ്ടി അവരുടെ ഭർത്താവാകുന്ന ഊരിയാവിനെ പടക്കളത്തിൽ മുൻനിരയിൽ നിർത്തി അവനെ കൊല്ലിച്ച് അവളെ സ്വന്തമാക്കി തീർത്ത്
അവിടെ ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുകയാണ്, അവനെക്കുറിച്ച് വചനം പറയുന്നത്, ലോകം പറയുന്നത്, അവൻ വ്യഭിചാരി, അവൻ കുലപാതകൻ. അങ്ങനെ തള്ളപ്പെട്ട സാഹചര്യത്തിൽ ആയിരുന്നവൻ ദൈവസന്നിധിയിലേക്ക് മടങ്ങി വന്ന ദൈവത്തിന്റെ സന്നിധിയിൽ നെടുമ്പാട് വീണപ്പോൾ ദൈവം അവനെക്കുറിച്ച് പറയുകയാണ്, ഇവൻ എൻ്റെ ദാവീദോ, ഇവൻ എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനാണെന്ന്. ആ ഒരു വാക്ക് വ്യക്തമായി എന്നോട് സംസാരിച്ചപ്പോൾ, അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് നിന്നെ എന്ന് ചോദിച്ച ചോദ്യത്തിന്റെ മുമ്പിൽ ഞാൻ പൂർണ്ണമായി സമർപ്പിക്കുവാനിടയായി തീർന്നു. എന്റെ ദൈവത്തിന് എന്നെ ഉദ്ധരിക്കുവാൻ, എന്നെ ശുദ്ധീകരിക്കുവാൻ, എൻ്റെ പിന്നിലുള്ള എല്ലാ സാഹചര്യങ്ങളെയും, എല്ലാ പാപത്തെയും, പാപത്തിന്റെ അവസ്ഥകളെയും, ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള എല്ലാ പിന്മാറ്റങ്ങളെയും കടലിന്റെ ആഴത്തിലേക്ക് എറിഞ്ഞു കളയുവാൻ കഴിവുള്ള ദൈവത്തിന്റെ സന്നിധിയിൽ ആണല്ലോ ഞാൻ മുഴങ്കാലും അടക്കുന്നത് എന്ന ബോധ്യം എന്നെ ഭരിച്ചതുകൊണ്ട് കർത്താവിന്റെ സന്നിധിയിൽ പൂർണ്ണമായി എന്നെ സമർപ്പിക്കുവാനിടയായി തീർന്നു. കർത്താവിന് വേണ്ടി വേല ചെയ്യുവാൻ ദൈവസന്നിധിയിൽ എന്നെ തന്നെ മുറ്റുമായി ഏൽപ്പിക്കുവാനും കർത്താവിന്റെ സന്നിധാനത്തിങ്കൽ സമർപ്പിക്കപ്പെടുവാനും ഇടയായി തീർന്നു. ഞാൻ ഏൽപ്പിച്ചു കൊടുത്ത, ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച, സമർപ്പിച്ച വിഷയങ്ങളല്ലാതെ എന്നെ അറിയാവുന്ന, എൻ്റെ ശബ്ദം കേൾക്കുന്ന, എന്നെ കാണുന്ന ആരോടെങ്കിലും എൻ്റെ ജീവിതത്തിൽ ഏതെങ്കിലും വിഷയങ്ങൾ എന്നോട് കയ്പായിട്ടിരിക്കുന്നെങ്കിൽ നിങ്ങൾ കർത്താവിന്റെ നാമത്തിൽ എന്നോട് ക്ഷമിക്കണമെന്നും, കർത്താവിന്റെ സന്നിധിയിൽ ദൈവത്തിന്റെ വേലയിൽ വർദ്ധിച്ചു വരുവാൻ, കർത്താവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ വേലയിൽ ദൈവത്തിന്റെ ശബ്ദമായി മാറുവാൻ ഇടയായി തീരേണ്ടതിന് വേണ്ടി നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും ഞാൻ അപേക്ഷിക്കുകയാണ്. കർത്താവിന്റെ വേലയിൽ മുൻപോട്ട് കടന്നു വരുവാൻ, ദൈവത്തിന്റെ പദ്ധതികൾ ചെയ്യുവാൻ എന്നെ തന്നെ മുറ്റുമായി സമർപ്പിക്കുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും സഹകരണങ്ങളും ഞാൻ പ്രതീക്ഷിക്കുന്നു. ദൈവസന്നിധിയിൽ അപേക്ഷിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.